കോഴിക്കോട് കാരശ്ശേരിയിൽ കിണറ്റിലെ വെള്ളം കോരുന്ന കയറിൽ വിഷപ്പാമ്പ്. ശംഖുവരയൻ പാമ്പിനെയാണ് പിടികൂടിയത്. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്താണ് പാമ്പിനെ കണ്ടത്. തലനാഴിലേക്കാണ് വെള്ളം കോരുകയായിരുന്ന സ്ത്രീ പാമ്പുകടി ഏൽക്കാതെ രക്ഷപ്പെട്ടത്. ഉടനെ വീട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചു. സ്നേക് റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഷാഹിദ് റഹ്മാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷാഹിദ്, കപ്പിയിലും കയറിലുമായി ബന്ധിച്ച് കിടക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും രാവിലെയൊക്കെ വെള്ളം കോരുന്നതിനിടയിൽ ആരും ശ്രദ്ധിക്കാത്ത സാഹചര്യമാണ്. ഈ ശംഖുവരയൻ പാമ്പിനെയാണ് ഇപ്പോൾ ഈ അടുത്ത് എല്ലായിടത്തും കാണുന്നത്. തീർച്ചയായും മാധു, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം ആ നെറ്റായിട്ടുള്ള വല അത് ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കപ്പിയിലും കയറിലും ഒക്കെ ഈ വല വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തായാലും ഇത് ശ്രദ്ധയിൽപ്പെടില്ല. പക്ഷേ ഇവർ ഈ കയറിൽ പിടിച്ച സമയത്ത് എന്തോ കയ്യിൽ തടയുന്നതായി ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഇവർ ഇത് എന്താണ് എന്ന കാര്യം നോക്കുന്നത്. അങ്ങനെയാണ് ഈ പാമ്പാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ശംഖുവരയൻ പാമ്പാണ് ഈ കയറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഉടൻ തന്നെ ഇവർ ഈ സംഘത്തെ വിവരം അറിയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ വനംവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് ഈ പാമ്പിനെ പിടികൂടുന്നത്. മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെയാണ് സാധാരണഗതിയിൽ വെള്ളം കോരാൻ വന്നതാണ്. പക്ഷേ ഈ പാമ്പ് അതിന്റെ മുകളിൽ കയറി ഇരിക്കും എന്നുള്ളത് ഇവർ ഒട്ടും തന്നെ നിனைക്കുന്നില്ല. പക്ഷേ അതിന്റെ മുകളിൽ ഇരിക്കുന്നു. ഒപ്പം തന്നെ ഇത് കയ്യിൽ ഇങ്ങനെ തടയുന്നത് കാണുന്ന സമയത്താണ് എന്താണ് എന്ന് നോക്കുകയും അത് പാമ്പാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഉയരത്തിലുള്ള സ്ഥലത്ത് കയറില്ല, കുത്തനെയുള്ള ഭിത്തിയിൽ കയറില്ല തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, എവിടെയും കയറുമെന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പരമാവധി ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. രാവിലെയൊക്കെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ, രാത്രി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ, കഴിഞ്ഞ ദിവസം രാത്രി ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു അധ്യാപികയ്ക്ക് കടിയേറ്റത്. വെളിച്ചമുള്ള ഇടങ്ങളിൽ നോക്കിയൊക്കെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്കാകെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്രേക്ഷകർ പരമാവധി ശ്രദ്ധിക്കുക.